الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ഇന്ന് നമുക്ക് സൂറത്ത് അറാഫിലെ 79-ാമത്തെ വചനമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فتولى عنهم وقال يا قوم لقد أبلغتكم رسالة ربي ونصحت لكم ولكن لا تحبون الناصحين. فتولى عنهم എന്നിട്ട് അദ്ദേഹം അവരിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി. വഖാല അദ്ദേഹം പറഞ്ഞു, യാ ഖൗം എൻ്റെ ജനങ്ങളെ, ലഖദ് തീർച്ചയായും അബ്ലഗ്തുക്കും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നു, റിസാലത്ത റബ്ബി എൻ്റെ റബ്ബിൻ്റെ റിസാലത്ത് സന്ദേശം, വനസ്വഹ്തു ലക്കും ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷാപൂർവം ഉപദേശം നൽകി, വലാക്കിൻ എന്നാൽ ലാ തുഹിബ്ബൂനൻ നാസിഹീൻ ഗുണകാംക്ഷികളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്നോട് അർത്ഥം പറയാം. ഫതവല്ല അൻഹും അദ്ദേഹം അവരിൽ നിന്ന് പിന്തിരിഞ്ഞു. വഖാല എന്നിട്ട് അദ്ദേഹം പറയുന്നു, യാ ഖൗം എൻ്റെ ജനങ്ങളെ, ലഖദ് അബ്ലഗ്തുക്കും റിസാലത്ത റബ്ബി ഞാൻ എൻ്റെ റബ്ബിൻ്റെ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നു. റിസാലത്ത് വാക്കിനടുത്ത് നമ്മൾ കത്ത് എന്ന് പറയുമല്ലോ, കത്ത്. റിസാലത്തിന് അറബി അല്ലേ നമ്മൾ കത്ത് എന്നാണ് ഉപയോഗിക്കുക, മലയാളത്തിൽ പറയുക സന്ദേശം. ആ കത്തിലൊരു സന്ദേശം ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ. വനസ്വഹത്തു ലക്കും ഞാൻ നിങ്ങളോട് നസീഹത്ത് നടത്തി, ഗുണകാംക്ഷാപൂർവം കാര്യങ്ങൾ ഉണർത്തി. വലാക്കിൻ എന്നാൽ ലാ തുഹിബ്ബൂനൻ നാസിഹീൻ നിങ്ങൾ ഗുണകാംക്ഷികളെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളിതിന് തൊട്ട മുമ്പത്തെ പേജിലെ മുകളിലെ ആയത്ത് 68-ാമത്തെ ആയത്തിൽ ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറയുന്നതായിട്ട് പറയുന്നുണ്ട്. അത് 68-ാമത്തെ തൊട്ട് മുമ്പത്തെ പേജിൻ്റെ മുകളിൽ. ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി ഞാൻ എൻ്റെ റബ്ബിൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. വ അനലക്കും നാസിഹുൻ അമീൻ ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ഗുണകാംക്ഷിയാണ്. അതിൻ്റെ തൊട്ട് മുമ്പ് നൂഹ് നബി അലൈഹി സ്വലാമയുടെ കാര്യം പറഞ്ഞപ്പോൾ 62-ാമത്തെ ആയത്തിൽ പറഞ്ഞു. 62-ാമത്തെ ആയത്തിൽ ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി എൻ്റെ റബ്ബിൻ്റെ സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. വ അൻസഹു ലക്കും ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷാപൂർവമുള്ള ഉപദേശങ്ങൾ നൽകുന്നു. വ അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും അള്ളാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നു. ഇവിടെയും ഈ പ്രവാചകന്മാർ അവരുടെ സന്ദേശം നിരസിക്കപ്പെടുമ്പോൾ വേദനയോടുകൂടി പറയുന്ന ഒരു ഭാഗമാണിത്. പ്രവാചകന്മാർക്ക് മനുഷ്യവർഗത്തോടുള്ള സ്നേഹം അത് വല്ലാത്തൊരു സ്നേഹമാണ്. ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉപമ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അറിയിക്കുന്നുണ്ട് ഖുറൈശികളോട്. ഒരു തീ കത്തിച്ചവൻ്റെ ഒരാളെ മാതിരിയാണ് ഞാൻ. ഒരാൾ തീ കത്തിച്ചപ്പോൾ പാറ്റകളും പ്രാണികളൊക്കെ അതിലേക്ക് പാറി വന്ന് അതിൽ കരിഞ്ഞു വീഴാൻ തുടങ്ങി. ഈ കത്തിച്ച ആൾ പാറ്റകളൊക്കെ അങ്ങനെ തടയുണ്ട്, വരലി ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ കരിഞ്ഞു വീഴും എന്ന മാതിരി ഞാൻ ജനങ്ങളെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തീയിലേക്ക് കുതിച്ചു പോകല്ലിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ഊരക്ക് കൂട്ടി പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ കൈ നിങ്ങൾ ഊരയിൽ നിന്ന് തട്ടി മാറ്റിയിട്ട് തീയിലേക്ക് തന്നെ കുതിച്ചു പായില്ലേ എന്ന് ജനങ്ങളോട് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദനയോടുകൂടി പറയുന്നൊരു രംഗം ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ആലോചിച്ചാൽ തന്നെ അറിയാം ഒരു പ്രവാചകന് തൻ്റെ ജനങ്ങളോട് എത്രത്തോളം സ്നേഹമുണ്ടാകും എന്ന കാര്യം. അതുതന്നെയാണ് ഇവിടെയും ഉണർത്തുന്നത്. സാലിഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ അള്ളാഹുവിൻ്റെ സന്ദേശം നിരന്തരമായി കേൾപ്പിച്ചു. ആയതിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് അല്ലാഹു തആല അത്ഭുതകരമായ വിധത്തിൽ ഒരു ഒട്ടകത്തെ അവരുടെ മുമ്പിൽ ഹാജരാക്കി. അതൊക്കെ സംഭവങ്ങൾ നമുക്കറിയാം.
അവരാ ഒട്ടകത്തെ കൊല്ലരുത് എന്ന് അദ്ദേഹം നേരത്തെ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിനെ ചീത്ത വിധത്തിൽ സമീപിക്കുകയേ അരുത്. പക്ഷേ അവരുടെ നിർഭാഗ്യവാന്മാരിൽപ്പെട്ട ഒരാൾ അവരിൽ പലരുടെയും പ്രേരണകൾക്ക് വശംവദരായിക്കൊണ്ട് ആ ഒട്ടകത്തെ കൊന്നു. അപ്പോഴാണ് സാലിഹ് നബി അലൈഹി സ്വലാം അവരെ ശിക്ഷ കൊണ്ട് താക്കീത് ചെയ്തിട്ടുള്ളത്. അദ്ദേഹമാണ്, ഞാൻ നേരത്തെ ഒരു അബദ്ധം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഹൂദ് നബി അലൈഹി സ്വലാം 3 ദിവസത്തെ അറിയിപ്പ് അവർക്ക് കൊടുത്തു, 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നശിപ്പിക്കപ്പെടും എന്നത്. യഥാർത്ഥത്തിൽ അത് പറഞ്ഞ് സാലിഹ് നബി അലൈഹി സ്വലാമയാണ്. സൂറത്ത് ഹൂദിൽ അത് പറഞ്ഞിട്ടുണ്ട് 65-ാമത്തെ ആയത്തിൽ. 3 ദിവസത്തിനുള്ളിൽ ഒട്ടകത്തെ അറുത്ത് കഴിയുമ്പോൾ, ഒട്ടകത്തിന് അറുക്കണതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അവർക്കുള്ള ശിക്ഷ ഉറപ്പായി കഴിഞ്ഞു. 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും എന്നും സാലിഹ് നബി അലൈഹി സ്വലാം ജനങ്ങളോട് പറഞ്ഞു. ഈ 3 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ 3 ദിവസത്തിൻ്റെ മുമ്പ് സാലിഹ് നബി അലൈഹി സ്വലാമയോട് അവിടെ നിന്ന് മാറിപ്പോകാൻ, അദ്ദേഹത്തിൽ വിശ്വസിച്ച അല്പം ആളുകളോടും അവിടെ നിന്ന് മാറിപ്പോകാൻ അല്ലാഹു തആല ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹം എങ്ങോട്ട് പോയി? ചില ഉദ്ധരണി പ്രകാരം ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള പ്രവാചകന്മാരൊക്കെയും മക്കയിലേക്കാണ് പോയത്. അല്ല എന്ന അഭിപ്രായക്കാർ ഞാൻ പറഞ്ഞല്ലോ, ഈ സാലിഹ് നബി അലൈഹി ഹൂദ് നബി അലൈഹി സ്വലാമയുടെ ഖബറാണെന്ന് പറഞ്ഞ് 2-3 സ്ഥലത്തുണ്ട്. അതെന്തോ ഇരിക്കട്ടെ, എന്തായിരുന്നാലും 3 ദിവസത്തിനുള്ളിൽ അവർ നശിപ്പിക്കപ്പെടുമെന്ന അള്ളാഹുവിൻ്റെ അറിയിപ്പ് സൂറത്ത് ഹൂദിലെ 65-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു തആല സാലിഹ് നബി അലൈഹി സ്വലാമയിലൂടെ അവരെ അറിയിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് നാട് വിട്ടു പോകുക. നാട് വിട്ടു പോകുമ്പോൾ അദ്ദേഹം ജനങ്ങളോട് തവല്ല അൻഹും, അതാണ് അദ്ദേഹം പിന്തിരിഞ്ഞു എന്ന് പറഞ്ഞത്. തവല്ല എന്ന വാക്കിന് 2 വിരുദ്ധ അർത്ഥങ്ങൾ വരും, 2 വിപരീത അർത്ഥങ്ങൾ ഉണ്ടാകും. ഒന്ന് ഏറ്റെടുക്കുക. തവല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു അൽ ഖിലാഫ. സാധാരണ തവല്ല എന്നുള്ളത് വാചകത്തിൽ പ്രയോഗിക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു വാചകമാണ്. തവല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൽ ഖിലാഫ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തെ ഏറ്റെടുത്തു. വേറൊന്ന് തവല്ല അൽ മുശ്രികൂന മിനൽ ഈമാൻ, പിന്തിരിഞ്ഞു പോയി. ഒന്ന് മുന്നോട്ട് വന്നു എന്നാണ്, ഒന്നോ പിന്നോക്കം പോയി എന്നാണ്. ഇത് 2 വിരുദ്ധാർത്ഥങ്ങൾ. അങ്ങനെ ചിലപ്പോൾ അത്ഭുതകരമായ ചില പ്രയോഗങ്ങളൊക്കെ, ചില വാക്കുകളൊക്കെ എല്ലാ ഭാഷയിലും ഉണ്ടാവാം. അങ്ങനെ മുന്നോട്ട് വന്നു. നമ്മളെ ഭാഷയിലുണ്ടല്ലോ, നമ്മൾ അടി പറഞ്ഞാൽ എന്താ? തല്ലുന്ന, വേദന ഉണ്ടാക്കുന്നു. അടിപൊളി പറഞ്ഞാൽ എന്താ? അപ്പോൾ അടിൻ്റെ അർത്ഥം മാറിയല്ലോ. ഇങ്ങനെ എല്ലാ ഭാഷയിലും ഉണ്ടാകും. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ എല്ലാ ഭാഷയിലും അങ്ങനെ ഉണ്ടാകും. ഖുർആനിൽ ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. 2 വാക്കും ഖുർആനിൽ വന്നിട്ടുണ്ട്. തവല്ല 2 വന്നിട്ടുണ്ട്. ഒന്ന് പിന്തിരിഞ്ഞു പോവുക, ഒന്ന് മുന്നോട്ട് വരിക. അപ്പോൾ തവല്ല അൻഹും, അദ്ദേഹം പിന്തിരിഞ്ഞു പോയി, അവരിൽ നിന്ന് മാറിപ്പോകാൻ. വഖാല, പോകുമ്പോൾ അദ്ദേഹം പറയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ പറയുന്ന ഒരു വർത്താനം ഉണ്ടല്ലോ, മക്ക നിന്നോട് എനിക്ക് ഒരു വെറുപ്പില്ല കേട്ടോ, നിന്നെ എനിക്ക് ഇഷ്ടമാണ്, നീ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും ഉത്തമയായ പ്രദേശമാണ്. മക്കനെ നോക്കിയിട്ട് പറയുക നാട് വിട്ടു പോകുമ്പോൾ, നീ ഏറ്റവും ഉത്തമമായ പ്രദേശമാണ്, പക്ഷെ നിൻ്റെ ജനങ്ങൾ എന്നെ ഇവിടുന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകൂല കേട്ടോ മക്ക എന്ന് മക്കയെ നോക്കിയിട്ട് ഒരു ഉയർന്ന പ്രദേശത്ത് കയറി പറയുന്ന ഒരു അത്ഭുതമുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്ന ഒരു എന്താ പറയുക, ആ സ്നേഹമുണ്ട് മക്കയോട്. നമ്മുടെ ബാധ്യതയാണ് മക്കയെയും മദീനയെയും സ്നേഹിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ അദ്ദേഹം ജനങ്ങളോട് പറയുകയാണ്, പിന്തിരിഞ്ഞ് യാ ഖൗമി, എൻ്റെ ജനങ്ങളെ. അത് തന്നെ ഒരു പ്രവാചകൻ്റെ അവരോടുള്ള ഇഷ്ടത്തിൻ്റെ തെളിവാണ്. എൻ്റെ ജനങ്ങളെ, ലഖദ് അബ്ലഗ്തുക്കും, ലാനും ഖദ് എന്ന് പറഞ്ഞ 2 ഉറപ്പിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കണം, തൗക്കീദിൻ്റെ ശക്തി കൂട്ടി പറയാൻ വേണ്ടി. അബ്ലഗ്തു, ബലാഗ്, തബ്ലീഗ്. അബ്ലഗ്തു, ഞാൻ എത്തിച്ചു തന്നിക്കും നിങ്ങൾക്ക് റിസാലത്ത റബ്ബി, എൻ്റെ റബ്ബിൻ്റെ സന്ദേശം. റിസാലത്ത് മുർസൽ, ദൂതന്മാർക്ക് നമ്മൾ മുർസലീൻ എന്നാണല്ലോ പറയുക. മുർസലി എന്നുള്ളതിൻ്റെ അയക്കപ്പെട്ടവൻ. റിസാലത്ത് പറഞ്ഞ കത്ത്. ലഖദ് അബ്ലഗ്തുക്കും റിസാലത്ത റബ്ബി, ഞാൻ എൻ്റെ റബ്ബിൻ്റെ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നു. വ നസ്വഹത്തു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകി. നസീഹത്ത്, ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഗുണം കിട്ടണം, നന്മയുണ്ടാകണം, ക്ഷേമമുണ്ടാകണം, ഐശ്വര്യമുണ്ടാകണം എന്നുള്ള നിലക്ക് പറയുന്നതാണ് നസീഹത്ത്. വഅ്ലും നസീഹത്തുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. വഅ്ല് തന്നെ ഉപദേശം, അതിലും നന്മ ഉണ്ടാവണം, അവർ നന്നാവണം തന്നെയാണ്. പക്ഷെ വഅ്ല് സാധാരണഗതിയിൽ ഉയർന്ന ആളുകളിൽ നിന്ന് താഴെ ആൾക്കാരോടാണ് പറയുക. ഉദാഹരണമായിട്ട് ബാപ്പ മകനോട് വഅ്ല് പറയും, ഉപദേശിക്കും. മകൻ ബാപ്പാനെ ഉപദേശിക്കൂല. അവിടെ നസീഹത്താണ് പറയുക. നസീഹത്ത് എല്ലാവർക്കും, അത് നമുക്ക് നമ്മളിപ്പാക്ക് ഗുണം കിട്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുമല്ലോ, അതാർക്കും പറയാം.
വഅദ് സാധാരണഗതിയിൽ മുതിർന്ന സ്ഥാനം കൊണ്ടോ പ്രായം കൊണ്ടോ ഒക്കെ മുതിർന്നവർ അതിൻ്റെ താഴെയുള്ള ആളുകൾക്ക് നൽകുന്നതാണ് വഅദ്. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അത് പര്യായമായിട്ട് ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും പ്രവാചകന്മാർ പറഞ്ഞെടുത്ത് അധികം നസീഹത്താണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു മാനസികാവസ്ഥ കൂടിയുണ്ട്, ആളുകളോടുള്ള സ്നേഹം. അദ്ദീൻ വൻ നസീഹത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ അല്ലേ, ഗുണകാംക്ഷയാണ്. ആർക്കൊക്കെയെന്ന് വെച്ചപ്പോൾ അള്ളാഹുവിന്, അള്ളാഹുവിൻ്റെ കിതാബിന്, അള്ളാഹുവിൻ്റെ ദൂതന്, വലിയ അഇമ്മത്തിൽ മുസ്ലിമീന വഅമതിഹി, മുസ്ലിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരണം. അതാ ഗുണം, വെറുപ്പുണ്ടാക്കാനല്ല, ഗുണമുണ്ടായി വരാൻ, അവർ നല്ലവരായി മാറാൻ. അതാണ് നസീഹത്ത്. വ നസഹത്തു ലക്കും, ഞാൻ നിങ്ങളോട് നസീഹത്ത്. ഇതെല്ലാ പ്രവാചകന്മാരും നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 68 അനലക്കും നാസിഹുൻ അമീൻ, ഹൂദ് നബി അലൈഹി സ്വലാമയുടേതായിട്ട് അനലക്കും നാസിഹുൻ അമീൻ. അപ്പോൾ ജനങ്ങളെ ഉപദേശിക്കുന്നത്, ജനങ്ങളോട് കാര്യങ്ങൾ പറയുന്നത് വെറുപ്പുണ്ടാക്കാനല്ല, ആവരുത്. പരസ്പരം പോരും വെറുപ്പും പകയും ഉണ്ടാക്കുന്ന വിധത്തിലുള്ള വാഴലും ക്ലാസും പ്രസംഗമൊക്കെ കേൾക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ അതല്ല ഇസ്ലാമിൻ്റെ രീതി. ഇസ്ലാമിൻ്റെ രീതിയിൽ വാഴല് കേട്ട് കഴിഞ്ഞാൽ മറ്റേ കൂട്ടക്കാരോട് ഒരു വെറുപ്പുണ്ടാവണം, മറ്റേ വിഭാഗത്തോരോട് ഒരു അങ്ങനെയുള്ള വാഴലില്ല, ഉണ്ടാകാനേ പാടില്ല. എന്താ വേണ്ടത്? ഇത് കേൾക്കുന്ന ആളുകൾക്ക് സ്നേഹം, സഹാനുഭൂതി, അതിനാണ് നസീഹത്ത് നടത്തുന്നത്. പലപ്പോഴും നമ്മൾ ചില വാഴല് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടാൽ സങ്കടം തോന്നിപ്പോവും. എന്താണ് ഈ മുസ്ലിം സംഘടനകളും മുസ്ലിം പ്രസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ ഒരു വിഭാഗം മറ്റേ വിഭാഗത്തെ ശത്രുവായി കാണുന്നത് എന്തിനാ? ശത്രുതയല്ല, ശത്രുത ഉണ്ടാകാൻ പാടില്ല. ഗുണകാംക്ഷാപൂർവ്വം അവർ നല്ലവരാകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലാതെ വെറുപ്പ് പ്രചരിപ്പിക്കാനും പ്രസരിപ്പിക്കാനും ആവരുത് മുസ്ലിമീങ്ങളുടെ ഒരു നിലപാട് എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ വ നസഹത്തു ലക്കും, നേരത്തെ പറഞ്ഞ വ അനലക്കും നാസിഹുൻ അമീൻ, രണ്ടും ആശയപരമായിട്ട് ഒന്ന് തന്നെയാണല്ലോ. വ നസഹത്തു ലക്കും, ഞാൻ നിങ്ങളോട് നസീഹത്ത് നൽകുകയാണ്, എല്ലാവരും നന്നായി വരണം. അത് ഭൗതിക ദുന്യവിയായിട്ടും നന്നാവണം, കാരണം എല്ലാവരും നന്നാവണം നമുക്കും സന്തോഷമല്ലേ, ആൾക്കാർ നന്നാവുന്നതിലാണ്. ആത്മീയമായിട്ടും നന്നാവണം, അതാ മതപരമായിട്ടും അവർ നന്നാവണം. വ നസഹത്തു ലക്കും വലാകിൻ എന്നാൽ ലാ തുഹിബ്ബൂന നാസിഹീൻ, നിങ്ങൾക്ക് ഇങ്ങനെ ഉപദേശികൾ നല്ലതിൻ്റെ അർത്ഥം. ഗുണകാംക്ഷാപൂർവം കാര്യങ്ങൾ അറിയിച്ചു തരുന്ന, നിങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും ഇഹത്തിലും പരത്തിലും ആഗ്രഹിക്കുന്ന എന്നെപ്പോലെയുള്ളവരുടെ ഉപദേശങ്ങൾ പ്രവാചകൻ പറയാണ്. സാലിഹ് നബി അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലല്ലോ, അത് വല്ലാത്ത, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു ഒരു കുളിർമ ഉണ്ടാകും, ഒരു പ്രവാചകൻ്റെ മനസ്സ്. അതാണ് ഇവിടെ വലാകില്ലാ തുഹിബ്ബൂന നാസിഹീൻ. എത്ര വേദനിച്ചുകൊണ്ടാണ് ഒരു പ്രവാചകൻ അത് പറയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ നിന്ന് മടങ്ങി വരുന്ന ആ സമയത്ത് അവരെ നമ്മൾ ആ മല ഒന്നും ഉണ്ടാവും, ഈ മല അവരുടെ മേലാണ് മറിച്ചിട്ടാലോ എന്ന്. ത്വായിഫ് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കണ്ടിട്ടുണ്ടായിരിക്കും ആ മല ചിതറിക്കിടക്കുന്ന പാറയും, ആ പാറ ഇങ്ങനെ തകർന്ന് വീഴ. ജിബ്രീൽ അലൈഹി ഇസ്ലാം റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഞാൻ മലകളുടെ മലക്കിനെ വിളിക്കാം, താങ്കളെ കല്ലെറിഞ്ഞ് ഓടിച്ചവരുടെ മേൽ ഈ മല ഞാനാണ് മറിച്ചിടാൻ പറഞ്ഞാലോ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടി ഉണ്ടല്ലോ, വേണ്ട, ആരെങ്കിലും ഒരാൾ ദീനിക്ക് വന്നാൽ, അവരിൽ നിന്ന് ജനിച്ചു വന്നാൽ, അതാണല്ലോ അദ്ദേഹത്തിൻ്റെ, അതാണ് ഗുണം കാക്ഷിക്കുക, ഇതാണ് നസീഹത്ത്. അവിടെ അദ്ദേഹം അവരെ ഉപദേശിച്ചിട്ടൊന്നുമില്ല, എന്നാലും അദ്ദേഹത്തിൻ്റെ നസീഹത്ത് ജനങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാലോ, പിൽക്കാലത്ത് വന്നു ത്വായിഫുകാർ ഇസ്ലാമിലേക്ക് വന്നു. ഇന്നും ത്വായിഫുകാർ ആരെങ്കിലും മുഅ്മിനീങ്ങൾ ചെന്നാൽ സ്വീകരിക്കുക, അവർ മുന്തിരി കൊടുത്തിട്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത മുന്തിരിയുടെ ഒരു പ്രതീകമാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ അത്ഭുതം. അതാണ് ഈ വിഷയത്തിലേക്ക് ആ ഗുണകാംക്ഷയാണ്. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നിർത്താം. ഫതവല്ല അൻഹും, അദ്ദേഹം അവരിൽ നിന്ന് മാറി. അദ്ദേഹം നശിപ്പിക്കപ്പെട്ടതിന് ശേഷമല്ല, അങ്ങനെ ചില തഫ്സീറുകളിലൊക്കെ ഉണ്ട്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാം, മരിപ്പിച്ചതിൻ്റെ ശേഷം എന്തിനാ, അവർ ശിക്ഷിക്കപ്പെട്ടതിൻ്റെ ശേഷം എന്തിനാ അത് പറഞ്ഞത്? കണ്ടോ, ശിക്ഷിക്കപ്പെട്ടാലും ഒരു കേൾക്കും, അതിന് തെളിവുണ്ടാക്കാൻ എന്നിട്ട് ഇതൊക്കെ ഓതും. ചിലപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടല്ല, അതിൻ്റെ മുമ്പ് അദ്ദേഹം 3 ദിവസം കൊണ്ട് നിങ്ങൾ നശിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞ് അവരിൽ നിന്ന് മടങ്ങിപ്പോകണ നേരം അദ്ദേഹം അവരോട് പറയാം, ജനങ്ങളെ ഫതവല്ല അൻഹും, അദ്ദേഹം അവരിൽ നിന്ന് പിന്തിരിഞ്ഞ് മാറിപ്പോന്നു, വിട്ടുപിരിഞ്ഞു പോന്നു. വഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ഖൗം, എൻ്റെ ജനങ്ങളെ, ലഖദ് അബ്ലഗ്തുക്കും റിസാലത റബ്ബി, ഞാൻ എൻ്റെ റബ്ബിൻ്റെ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അബുലഗ, ബലാഗ്, തബ്ലീഗ് ഒക്കെ നമുക്ക് അറിയുന്ന വാക്കുകളാണല്ലോ. വ നസഹത്തു ലക്കും, നിങ്ങൾക്ക് ഗുണകാംക്ഷാപൂർവമുള്ള ഉപദേശങ്ങൾ നൽകി, നസീഹത്ത് നൽകി.
വലാകിൻ എന്നാൽ ലാ തുഹിബ്ബൂന നാസിഹീൻ ഗുണകാംക്ഷികളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരോടും ഗുണകാംക്ഷാപൂർവമായ നിലപാട് സ്വീകരിക്കാനുള്ള ബോധം നമുക്കെല്ലാവർക്കും നൽകി അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل وأطراف النهار. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا يا رب العالمين. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا وآتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة ولا تخزنا يوم القيامة ولا تخزنا يوم القيامة إنك لا تخلف الميعاد. آخر دعوانا الحمد لله رب العالمين.